ഹായ് ഗായ്സ്, ഇന്നത്തെ ക്രാഫ്റ്റ് ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ 6 മാസത്തെ കഷ്ടപ്പാടാണ് ഇതാ ഇവിടെയൊക്കെ കിടക്കുന്നത്. സംഭവം നല്ല വിഷമമുണ്ട്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അത് കാണാൻ ആരുമില്ല. അത് നമ്മുടെ വിധി, അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഓരോ ക്രാഫ്റ്റുകളാണ്. എല്ലാം നമ്മളെ ചാനലിലുണ്ട് വീഡിയോ. സത്യം പറഞ്ഞാൽ വീഡിയോസിനൊന്നും വ്യൂസേ ഇല്ല. അത് എൻ്റെ ചാനലിന് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോന്നും അറിയില്ല. ആദ്യം തരക്കേടില്ലാത്ത വ്യൂസിലൊക്കെ പോയിരുന്ന ചാനലായിരുന്നു. പിന്നീട് അതാ 1 മാസം കഴിഞ്ഞപ്പോൾ ഫുൾ ഫ്ലോപ്പിലായിട്ടാണ് പോകുന്നത്. എന്ത് പറ്റിയെന്ന് പോലും അറിയില്ല. ഷോർട്സ് പോലും വ്യൂസ് ഇല്ല. ഒരു ഏറി വന്നാൽ 10-15 അത്രയൊക്കെയാണ് വ്യൂസ് വരുള്ളൂ. നമുക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ വ്യൂസ് പോലും നമുക്ക് ഓരോ വീഡിയോസിനില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം നമ്മളെല്ലാവരെ കൊണ്ടും പറയിപ്പിച്ച് ചെയ്യുന്നതാണ്. അല്ലാതെ യൂട്യൂബിൽ നിന്ന് നമ്മളെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബേഴ്സൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പരിചയത്തിലുള്ള എല്ലാവരോടും പറയും. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ കിട്ടിയ സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് കണ്ടിട്ടുള്ളതല്ല. അപ്പോൾ പറയുമ്പോൾ എല്ലാതും പറയണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഷ്ടപ്പാടുകൾ. സംഭവം ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. പിന്നെ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചാനലൊക്കെ തുടങ്ങി. അതിൽ നിന്ന് വല്ല വരുമാന മാർഗ്ഗം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചാനലൊക്കെ തുടങ്ങിയത്. ഓരോ വർക്കുകളും വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആ എഫേർട്ടിനൊന്നും നമുക്കൊരു എന്താ പറയുക, അതിനുള്ളൊരു പ്രതിഫലം കിട്ടുന്നില്ല. സംഭവം നമുക്ക് ഒരു വ്യൂസ് കിട്ടിയാൽ മതി, അപ്പോൾ നമുക്ക് വാച്ച് അവറും കൂടും. പിന്നെ ചാനൽ തുടങ്ങി 1 വർഷത്തിൻ്റെ ആവുന്നതിന് മുൻപ് തന്നെ നമുക്ക് വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ കംപ്ലീറ്റ് ആവണം. പക്ഷെ അതൊന്നും നടക്കില്ല. സാധാരണക്കാർക്ക് അതൊന്നും നടക്കില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യം വരും എന്ന് വിചാരിച്ചാണ് ഇതിങ്ങനെ തുടർന്ന് പോകുന്നത്. ഓരോരുത്തർക്കും ഓരോ ടൈമുണ്ടല്ലോ, ആ ടൈമിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. അപ്പോൾ എന്താ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓട്ടോറിക്ഷ, അതൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ഗൈസ്. ഒക്കെ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഒന്ന് മാറ്റിയതാണ്. മാറ്റിയപ്പോൾ എല്ലാതും ഒന്ന് അറേഞ്ച് ചെയ്തപ്പോൾ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഇത്രയും നാളത്തെ എൻ്റെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള ക്രാഫ്റ്റുകളാണ് ഇതൊക്കെ. നമ്മൾ 300 മേലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഓരോ ക്രാഫ്റ്റുകളാണ്. അപ്പോൾ അതാണിതൊക്കെ. ചെറുതും വലുതും ഒക്കെ ഉണ്ട്, കണ്ടില്ലേ. സിൽവർ പ്ലേ ബട്ടൺ കിട്ടാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായി ഉണ്ടാക്കി സന്തോഷിച്ച ഒരു സംഭവമാണിത്. ഈ ചെറിയ സിൽവർ പ്ലേ ബട്ടൺ ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ്. കാരണം നമുക്ക് ഓരോ യൂട്യൂബേഴ്സും ആഗ്രഹിക്കുന്നതാണ് സിൽവർ പ്ലേ ബട്ടൺ കിട്ടാൻ. അത് കഴിഞ്ഞ് നമുക്ക് 1 മില്യൻ്റെ ഗോൾഡൻ പ്ലേ ബട്ടനൊക്കെ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സിൽവറാണ്. അതൊക്കെ എന്നാ കിട്ടുമെന്ന് അറിയില്ല. കിട്ടും, എന്നെങ്കിലും കിട്ടും. എത്ര വർഷം വേണ്ടി വരുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ കിട്ടുന്നത് വരെ നമ്മൾ വീഡിയോ ഇടും. നമ്മളെന്തായാലും ഇത് നിർത്തി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ ലക്ഷ്യം സിൽവർ ഉണ്ട്, പിന്നെ ഗോൾഡൻ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ആദ്യത്തെ ക്രാഫ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്രാഫ്റ്റും കൂടി വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ 3D ആർട്ട് ചെയ്തതാണ്. സംഭവം നല്ല ലുക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. 3D ആയിട്ട് ഇങ്ങനെ ഓരോ ലെയറായിട്ടാണത് വരുന്നത് തന്നെ. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ഈ വീഡിയോ ഒന്നും സത്യം പറഞ്ഞാൽ പുറത്ത് പോയിട്ടൊന്നുമില്ല. എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോ പുറത്ത് പോകാത്തത് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ തന്നെ വീഡിയോസ് കാണുമ്പോൾ ഏറ്റവും ചെറിയ ചാനലിൽ നിന്ന് ഇടയ്ക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, നമ്മളൊരു വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോ എന്താണാവോ ആർക്കും പോകുന്നില്ല, വ്യൂസും ഇല്ല. ജസ്റ്റ് നോട്ടിഫിക്കേഷൻ പോയാൽ ജസ്റ്റ് എന്തെങ്കിലും എടുത്ത് നോക്കുമല്ലോ. പക്ഷേ അങ്ങനെ ഒരു ഇത് എനിക്ക് കിട്ടുന്നില്ല, എന്തുകൊണ്ടാണെന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മളെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ. ഇതെൻ്റെ ഒരു റിക്വസ്റ്റും കൂടിയാണ്. അപ്പോൾ ഒരിക്കലും തള്ളിക്കളയല്ലേ ഗൈസ്. അപ്പോൾ എന്താണ്, വേറൊരു വീഡിയോ വരുന്ന വരെ ബായ്.